To Classical Optics paper, BSc Physics Main, Semester 6, Paper 3, 39th lecture. 39th lecture, dispersion continues. Today we see what is called Woods experiment. Woods experiment explaining anomalous dispersion. Woods experiment to describe anomalous dispersion of light. And this experiment is about anomalous dispersion of sodium vapor. Anomalous dispersion of sodium vapor. Anomalous dispersion of sodium vapor in the neighborhood of sodium D1 and D2 lines can be demonstrated with the help of Woods experiment. The apparatus consists of a steel cylindrical tube. അനോമലസ് ഡിസ്പേഴ്സൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് വുഡ്സ് എക്സ്പെരിമെൻറ്റ്. വുഡ്സ് എക്സ്പെരിമെൻറ്റ് ഇത് സോഡിയം D1 D2 ലൈൻസ്. നിങ്ങൾക്കറിയാം സോഡിയം ലൈറ്റ് രണ്ട് വേവ് ലെന്താണ് അതിനകത്തുള്ളത്. ഒരു 5896 എന്ന് പറഞ്ഞ D1 ലൈൻ, 5890 എന്ന് പറഞ്ഞ D2 ലൈൻ. ഈ രണ്ട് ലൈനുകളുടെ അനോമലസ് ഡിസ്പേഴ്സൺ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ വുഡ്സ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ലബോറട്ടറിയിൽ അറേഞ്ച് ചെയ്യുക. Anomalous dispersion of sodium vapor in the neighborhood of sodium D1 and D2 lines can be demonstrated with the help of Woods experiment. The apparatus consists of a steel cylindrical tube. You see the apparatus. അപ്പാരസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. അവിടെ ഒരു സിലിറ്റേഴ്സ് ഉണ്ട്. ആദ്യം അത് ഒരു അക്രോമാറ്റിക് ലെൻസിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് പാരലൽ റേസ് കിട്ടും, പാരലൽ ലൈറ്റ് വരും. അതൊരു സ്റ്റീൽ ട്യൂബിനകത്തേക്ക് വരികയാണ്. ആ സ്റ്റീൽ ട്യൂബാണ് കാണിച്ചിരിക്കുന്നത്. W1 W2 അതിൻ്റെ വിൻഡോസാണ്, ഗ്ലാസ് വിൻഡോസ്. സ്റ്റീൽ ട്യൂബിൻ്റെ ഗ്ലാസ് വിൻഡോസ് ഉപയോഗിക്കുന്നത് ലൈറ്റ് കടന്നു പോകാൻ വേണ്ടിയാണ്. അതിന് താഴെ നമ്മളൊരു ബർണർ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റൗ. അപ്പോൾ ഗ്യാസ് വന്നിട്ട് സ്റ്റൗ കത്തുന്നതാണ് കാണിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ സ്റ്റൗ കത്തുന്ന അല്ലെങ്കിൽ തീ പുറത്തേക്ക് വരുന്നതാണ് കാണിച്ചിരിക്കുന്നത് താഴെ. എന്നിട്ട് നമ്മളൊരു ടെലിസ്കോപ്പിൽ നോക്കുകയാണ്. ടെലിസ്കോപ്പിലൂടെ ഇത് വാച്ച് ചെയ്യുകയാണ്, ആ സ്പെക്ട്ര സ്റ്റഡി ചെയ്യുകയാണ്. ഈ സോഡിയം ലൈറ്റിൻ്റെ രണ്ട് ലൈൻസ് D1 D2 ലൈൻസ് ഒരു ഷോർട്ട് ഫോക്കസ് ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണ്. അതാണ് പടം. ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗവാണ് താഴെ കാണുന്ന ഓർക്കുക. ആ ട്യൂബിനകത്ത്, സ്റ്റീൽ ട്യൂബിനകത്ത് ഏതാനും കഷണം സോഡിയം വെച്ചിരിക്കുകയാണ്. ചൂടാകുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യും. അങ്ങനെ ട്യൂബിനകത്ത് സോഡിയം വേപ്പർ ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സോഡിയം പ്രിസമാണ് കിട്ടുന്നത്. സോഡിയം വേപ്പറിൻ്റെ ഒരു സോഡിയം പ്രിസം ആ സ്റ്റീൽ ട്യൂബിനകത്ത് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് അനോമലസ് എക്സ്പാൻഷൻ പഠിക്കാൻ പറ്റും. ഈ ടെലിസ്കോപ്പിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫ് വെച്ച് ഫോട്ടോ എടുത്താൽ ഏതാണ്ട് ഈ രൂപത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് കിട്ടുന്നത്. ആ രണ്ട് ലൈൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും. ഇത് അബ്സോർപ്ഷനെ കാണിക്കും, അല്ലെങ്കിൽ അനോമലസ് ഡിസ്പേഴ്സനെ കാണിക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. സ്റ്റീൽ ട്യൂബ് ഫിറ്റഡ് വിത്ത് വാട്ടർ കൂൾഡ് ഗ്ലാസ് വിൻഡോസ് W1 W2. ഇപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ W1 W2 വിൻഡോസ്, ഗ്ലാസ് വിൻഡോസ് അത് എൻഡ് ഓഫ് ദി ട്യൂബ്സ് അത് നമ്മൾ വാട്ടർ കൂളിംഗ് നടത്തി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിരിക്കും. Inside the tube, sodium Na pieces are kept. ട്യൂബിനകത്ത് നമ്മൾ സോഡിയം പീസാണ് കീപ്പ് ചെയ്യുന്നത്. The pressure inside the tube is kept low, about 1 to 3 centimeter mercury. ട്യൂബിനകത്ത് നമ്മൾ പ്രഷർ നിയന്ത്രിച്ച് നിർത്തും. അതായത് 1 മുതൽ 3 സെൻറ്റിമീറ്റർ മെർക്കുറി പ്രഷർ വരെ. The tube is slowly heated. The sodium vapor rises. The density of sodium vapor decreases from bottom to base top. Practically, a sodium prism is formed for the light passing through the tube. ഞാൻ പറഞ്ഞു, ആ സ്റ്റീൽ ട്യൂബിനകത്ത് നമ്മൾ സോഡിയം പീസ് വെച്ചിരിക്കുകയാണ്. സ്റ്റൗ കൊണ്ട് ചൂടാക്കുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യും. അങ്ങനെ സോഡിയം വേപ്പറിൻ്റെ ഒരു പ്രിസം പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടുകയാണ്. അതിലൂടെയാണ് ഈ സോഡിയം ലൈറ്റ് കടന്നു പോകുന്നത്. ലൈറ്റ് ഫ്രം ആൻ ആർക്ക് ലാമ്പ് ഈസ് റെൻഡേഡ് വിത്ത് എ ലെൻസ്. സോഡിയത്തിനകത്ത് കൂടി ലൈറ്റാണ്.
It is white light. Light from an arc lamp light is a rendered parallel. It is parallel with a lens CL. The spectrum is obtained on a photographic plate. It can be seen that the spectrum is continuous except at the position corresponding to D1 and D2 lines. This explains anomalous dispersion. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് കണ്ടല്ലോ, ആ ഗ്രാഫിൻ്റെ ഇടയ്ക്ക് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ സോഡിയം ആ ഇൻസിഡൻറ്റ് ലൈറ്റിനകത്ത് എല്ലാ വേവ് ലെങ്തും ഉണ്ട്. അതൊരു ആർക്ക് ലാമ്പിലെ ലൈറ്റാണ്, അതിനകത്ത് എല്ലാ ലാംഡയും ഉണ്ട്. അതിൽ സോഡിയത്തിൻ്റെ ആ ഭാഗത്തുള്ള ലൈറ്റ്, സോഡിയത്തിൻ്റെ എമിഷൻ ലൈൻ തന്നെയാണ് എൻ്റെ അബ്സോർപ്ഷൻ ലൈൻ, D1 D2 ലൈൻസ്. അവയെ ഈ സോഡിയം വേപ്പർ, ട്യൂബിനകത്തുള്ള വേപ്പർ അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്രാഫിൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കണ്ടത്. ആ ഗ്രാഫ് ഒന്നിട്ട് നോക്ക്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ലൈനാണ്. അത് ബ്രേക്ക് ചെയ്യാൻ കാരണം ആ ട്യൂബിനകത്തുള്ള സോഡിയം വേപ്പർ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് D1 D2 ലൈൻസ് അബ്സോർബ് ചെയ്യും. അബ്സോർപ്ഷൻ കൊണ്ടാണ് ആ സ്പ്ലിറ്റിംഗ് കാണുന്നത്. അല്ലെങ്കിൽ പറയാം, ഈ സ്പ്ലിറ്റിംഗ്, ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്ന ലൈൻ സ്പ്ലിറ്റിംഗ്, അത് സോഡിയം വേപ്പറിൻ്റെ അനോമലസ് ഡിസ്പേർഷൻ കാണിക്കുന്നു. അപ്പം ഇതൊരു എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഇത് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ അവസാനം ക്ലിയർ ആയിട്ട് തരാം. ഇത് 2019 ക്വസ്റ്റ്യൻ നമ്പർ 34 എസ് ആണ്. 35 എസ് എ ക്വസ്റ്റ്യൻ ആണല്ലോ, 15 മാർക്കിൻ്റെ. അപ്പോൾ അതിങ്ങനെ ചോദ്യമാണ്, ഗിവ് ദ തിയറി ഓഫ് നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേർഷൻ, ഹൗ ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റ്, ഡിസ്കസ് ഹൗ അനോമലസ് ഡിസ്പേർഷൻ ഈസ് എക്സ്പ്ലൈൻഡ്. അപ്പോൾ തിയറി നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ അവസാനം തരാം. വുഡ്സ് എക്സ്പെരിമെൻറ്റ് അതിൻ്റെ കൂടെ ചോദിച്ചതാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഞാൻ അവസാനം ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇതൊരു 2019 ക്വസ്റ്റ്യനാണെന്ന് ആദ്യം ഓർക്കുക. അപ്പോൾ അത്രയുള്ള വുഡ്സ് എക്സ്പെരിമെൻറ്റ്. ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വുഡ്സ് എക്സ്പെരിമെൻറ്റ്. ആ പടം വരച്ച് ഗ്രാഫ് വരച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി തിയറിയാണ്. തിയറി ഓഫ് ഡിസ്പേർഷൻ ഇപ്പോൾ ലെങ്തിയാണ്, അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ എഴുതേണ്ടി വരും. തൽക്കാലം ഞാനൊരു കുറച്ച് പോയിന്റ് പറയാം. ഒരു 6 പോയിൻ്റാണ് ഈ എസ്സേയുടെ അകത്തുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ 1 2 3 നമ്പർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ 6 വരെ. അപ്പോൾ 6 പോയിന്റ് പഠിച്ചു കഴിയുമ്പോൾ ഈ എസ്സേ പഠിക്കാം. ഡിസ്പേഴ്സലെ പ്രധാനപ്പെട്ട എസ്സേയാണ് ഈ തിയറി ഓഫ് ഡിസ്പേഴ്സൺ. ആ തിയറിയെ വിളിക്കുന്ന പേര് ലോറൻസ് തിയറി ഓഫ് ഡിസ്പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഗിവ് ദ ലോറൻസ് തിയറി ഓഫ് നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേഴ്സൺ, ഗിവ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൾസോ. അപ്പോൾ ഈ നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേഴ്സണിൻ്റെ ലോറൻസ് തിയറി പറയുക, കൂടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണിക്കുക. അപ്പോൾ നമ്മൾ തിയറി തുടങ്ങുകയാണ്. ഇന്നത്തെ ക്ലാസ് ഞാൻ 4 പോയിൻ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 പോയിൻ്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവിടെയും ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടതുപോലെ ചില സ്റ്റെപ്പുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് സപ്പോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ തിയറി വളരെ ലെങ്തി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചില പോയിന്റുകളെല്ലാം അസംഷനാണ്, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഈ തിയറിയുടെ അസംഷനാണ്. അത് നമ്മൾ ഈ ഡാൾട്ടൺസ് തിയറി പഠിക്കുന്ന പോലെ, പോസ്റ്റ്ലേറ്റ് പഠിക്കുന്ന പോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ ലോറൻസ് തിയറി ഓഫ് ഡിസ്പേഴ്സൺ ആരംഭിക്കുകയാണ്. പോയിന്റ് നമ്പർ 1, അസംഷൻസ് ഓഫ് ലോറൻസ് തിയറി. ഈ ലോറൻസ് തിയറി തയ്യാറാക്കാനായിട്ട് ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ദ തിയറി ഓഫ് ഡിസ്പേഴ്സൺ ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിസം. ദി തിയറി അപ്ലൈസ് ദ ഫോളോയിങ് അസംഷൻസ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ ചില പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോറൻസ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ തിയറിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അസംഷൻ നമ്പർ 1, there is no appreciable interaction between
ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ഗ്യാസസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഇത് ഒരു വാൻ ഡെർ വാൾസ് കണ്ടീഷൻ ഒരു വ്യത്യാസമുള്ളൊരു കാര്യമാണ്. മോളിക്യൂൾസ് തമ്മിൽ യാതൊരുവിധ അട്രാക്ഷനും ഇല്ല എന്നൊരു കൺസെപ്റ്റാണ് എടുക്കുന്നത്. അത് പ്രാക്ടിക്കലി ശരിയല്ലെങ്കിലും ചെറിയ അട്രാക്ഷൻ ഉള്ള നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവ തമ്മിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ്, ഗ്യാസിൽ മോളിക്യൂൾസ് തമ്മിൽ അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ കാര്യമായ അട്രാക്ഷൻ ഇല്ല എന്ന് വിചാരിക്കും. രണ്ടാമത്തത്, സെക്കൻഡ് പോയിന്റ്, ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി ലൈറ്റ് വേവ് ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ലൈറ്റാണല്ലോ കടത്തി വിടുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. ഇ ആൻഡ് ബി വെക്ടർ. ഈ വെക്ടർ ഇനി നല്ല സ്വാധീനമാണ്. അത് ഈ മോളിക്യൂളിനെ അല്ലെങ്കിൽ ആറ്റത്തെ ഡൈപോളാക്കും. ഗ്യാസിനകത്തുള്ള മോളിക്യൂളിനെ അല്ലെങ്കിൽ ആറ്റമിനെ ഇലക്ട്രിക് ഡൈപോളാക്കും. നമ്പർ 3, ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ദ മോളിക്യൂൾസ് ഇൻ ആൻ ആറ്റം ബൈ എ ലീനിയർ റെസ്റ്റോറിംഗ് ഫോഴ്സ്. ഓരോ ആറ്റത്തിലുമുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് മുഖേന ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. പോയിന്റുകൾ ഓരോന്ന് പഠിക്കുക. തിയറി എഴുതണമെങ്കിൽ ഈ പോയിന്റെല്ലാം ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നമ്മൾ മൊത്തം 4 പോയിന്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി. ഓർ ആറ്റം ഓർ എ മോളിക്യൂൾ ഇത് ഇലക്ട്രിക്കൽ force is a constant that is electrical equation പറയുന്നത് കേട്ടോ. electrical equation E0 e raised to minus I into k dot r. k dot z എടുത്താലും മതി, k z എടുത്താലും മതി. k dot r minus omega t is a constant in space. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ E is equal E0 e raised to I into k dot r minus omega t. അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിക്കും സ്പേസിൽ. അപ്പോൾ ലൈറ്റ് വെക്റ്റർ എഴുതുന്ന രീതിയാണ് E0 ആംപ്ലിറ്റ്യൂഡ് e റൈസ് ടു മൈനസ്, ഇപ്പോൾ ആദ്യത്തെ ക്യാപിറ്റൽ E0 പിന്നെ സ്മോൾ e റൈസ് ടു മൈനസ് I k dot r മൈനസ് ഒമേഗ t എന്നുള്ളതാണ് ഈ ലൈറ്റ് വെക്റ്ററിൻ്റെ, ഇലക്ട്രിക് വെക്റ്ററിൻ്റെ ഇക്വേഷൻ. മാഗ്നറ്റിക് വെക്റ്ററിന് ഇവിടെ നമ്മൾ കാര്യമായ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞു. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദി 4 assumptions in which we explained what is electric field vector. Now comes the second point, differential equation for dipole oscillation. അപ്പോൾ ഈ ആറ്റമെല്ലാം ഡൈപോളായിട്ട് മാറുമല്ലോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മൂലം. അപ്പോൾ ഡൈപോൾ ഓസിലേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ശരിക്കും വരുന്നത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിലാണ്. ഈ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് ഇവിടെ ഇക്വേഷൻ അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുമ്പോൾ അവിടെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്, പോസ്റ്റ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ, ഫ്രീ വൈബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ സിലബസിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. സാധാരണ കേസിൽ അതൊക്കെ ആദ്യം കൊടുക്കുന്നത് ഇവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല ഈ പ്രസന്റ് സിലബസിൽ. പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്നത് അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് വായിക്കാം. Let m be the mass, let small m be the mass and E the charge of electron. ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ പിന്നെ മാസും ചാർജും നമ്മൾ എടുക്കുന്ന രീതിയാണല്ലോ. ലെറ്റ് ഇ ബി ദി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്. അത് ലൈറ്റിലാണ് നമ്മൾ കടത്തിവിടുന്ന ലൈറ്റിനകത്താണ് ഉള്ളത്. അപ്ലൈഡ് ദെൻ ദി ഇലക്ട്രോൺ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സാണ് ഈ നമുക്കറിയാമല്ലോ എഫ് ഈസ് ക്യു ഇ. ഇലക്ട്രിക്കൽ ഫോഴ്സ് എഫ് ഈസ് ക്യു ഇ എന്ന് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൽ. ഇലക്ട്രോണിൻ്റെ ചാർജ് സ്മോൾ ഇ ആയതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ഇ എന്ന് പറയും. ഇലക്ട്രോൺ ബിഹേവ്സ് ആസ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. അതാണ് പോയിന്റ്. പഴയ എസ് ആർ കേട്ടോ, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മുടെ മെക്കാനിക്സ് പേപ്പറിനകത്ത്. അപ്പോൾ അതിവിടെ ഡൈനാമിക്സ് പേപ്പറിനകത്ത് അതിവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷനുകൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഡാംഡ് ഹാർമോണിക് മോഷൻ ഈസ്. ഡാംഡ് ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് ഇനി നമ്മൾ പറയുന്നത്.
ഈ കേസ് കേട്ടോ, ഈ കേസ് എല്ലാ ചെസ്സിൽ ഫോഴ്സ് ആണല്ലോ. എഫ് ഇസ് എം എന്നുള്ള ഫോഴ്സാണ്. എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ആക്സിന് എനിക്കറിയാം. എം എ അത് 3 മാറുകയാണ്. ഒന്ന് ഈക്വൽ എം എ അല്ലെങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഇ അത് ചാർജിൽ ഇലക്ട്രോണിലെ ഫോഴ്സാണ്. മൈനസ് ആൽഫ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി മൈനസ് കെ ആർ. ഇങ്ങനെ ഒരു 3 ടേമായിട്ട് എഴുതും. 2 ടേം മൈനസ് ആണ്. ഇക്വേഷൻ ഒന്നിന് വായിക്കാം. ഐ വിൽ റീഡ് ദ ഇക്വേഷൻ വൺസ് അഗെയിൻ. എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഇ മൈനസ് ആൽഫ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി മൈനസ് കെ ആർ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടേം എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. വി എക്സ്പ്ലെയിൻ ദ ടേംസ് വേർ കെ ആർ ഈസ് ദി ഇലാസ്റ്റിക് റെസ്റ്റോറിംഗ് ഫോഴ്സ്. റെസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് മൈനസ്. കെ ആർ ഈസ് ഇലാസ്റ്റിക് റെസ്റ്റോറിംഗ് ഫോഴ്സ് minus alpha dr by dt is a damping force. ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഇനി നമ്മൾ ആ മൈനസ് ടേം 2 നമ്മൾ ലെഫ്റ്റ് കൊണ്ടുവരും. ടേക്ക് ദ 2 മൈനസ് ടേം ഓൺ ദി ആർ എച്ച് എസ് ടു ദി എൽ എച്ച് എസ്. എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആൽഫ ഡി ആർ ബൈ ഡി ടി പ്ലസ് കെ ആർ ഈസ് ഇക്വൽ ടു ഇ. ലാസ്റ്റാണ് ഈക്വൽ ടു കേട്ടോ, ഇ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇത് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എം മൊത്തം കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആൽഫ ബൈ എം ഡി ആർ ബൈ ഡി ടി പ്ലസ് കെ ബൈ എം ആർ ഈസ് ഈക്വൽ ടു ഇ ബൈ എം. പുട്ട് ആൽഫ ബൈ എം ഈസ് ഗാമ. യു സി ഹിയർ ഇറ്റ് ഈസ് ഗാമ. ഗാമയുടെ സൈഡ് പൊക്കി ഇടണം കേട്ടോ. ആൽഫ എം ഈസ് ഈക്വൽ ടു ഗാമ. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഇ ബൈ എം ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ എന്നും കൊടുക്കുക. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുക്കുന്നത്. വേർ ഒമേഗ 0 ഈസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോണിക് ഓസിലേറ്റർ. ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യാണല്ലോ, ഡൈപോൾ ആണല്ലോ, അത് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ 0. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? അല്ല, അവിടെ ലാസ്റ്റ് ടൈം എന്താണ്? കെ ബൈ എം ആണ് ഒമേഗ 0 സ്ക്വയർ. കെ ബൈ എം ആണ് കേട്ടോ. കെ ബൈ എം ഈസ് ഒമേഗ 0 സ്ക്വയർ. പിന്നെ ആൽഫ എം ഈസ് ഗാമ. അപ്പോൾ നമുക്കത് കിട്ടും. ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഗാമ ഡി ആർ ബൈ ഡി ടി പ്ലസ് ഒമേഗ 0 സ്ക്വയർ ആർ ഇസിക്കൽ ഇ ബൈ എം. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇലക്ട്രോൺ ഓസിലേറ്റർ, ദ ഡൈപോൾ മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുന്നത് കുറച്ച് നീണ്ട ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ സോൾവ് ചെയ്യത്തില്ല, സൊല്യൂഷൻ മാത്രം കൊടുക്കും. അപ്പോൾ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യണം. അതിന് പ്രത്യേക ടെക്നിക്കാണ്. അത് 1 to 2 പേജസ് വരും. അത് നമുക്ക് വേണ്ട, നമ്മൾ ആ സൊല്യൂഷൻ മാത്രം കൊടുക്കും. ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം ആർ ഈസ് ഈക്വൽ ടു ഇ ബൈ എം കെ ഇ ബൈ എം ഇ ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് IR ഒമേഗ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 വേർ ഈ നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ സൈഡ് ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമല്ലെങ്കിൽ നേരത്തെ ഉള്ളത് നോക്കിയാൽ മതി. E0 e raised to I into ബ്രാക്കറ്റിനകത്ത് KR മൈനസ് ഒമേഗ T. വേറെ E0 is another constant എന്നായിരിക്കുന്നത്. E0 is another constant ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആ മുകളിൽ കാണുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനാണ് ഇക്വേഷൻ നമ്പർ 2 R. അതായത് നമ്മൾ പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചിട്ടുള്ളൂ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് 0. അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സൊല്യൂഷൻ പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് പോലെ ഇവിടെ ഡി സ്ക്വയർ ആറുള്ള ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ സൊല്യൂഷൻ ആർ ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ഇ ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് IR ഒമേഗ ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ സൊല്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ എത്ര പോയിൻ്റായി? 2 പോയിന്റ്. ആ രണ്ടാമത്തെ പോയിൻ്റ് ഒരു സെൻറ്റൻസ് കൂടി ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 gives displacement R, displacement at a point at a time t. Omega is called impressed frequency of the field. Omega 0, omega and R are the 3 important parameters that control the dispersion. അപ്പോൾ ഡിസ്പേഴ്സൺ കൺട്രോൾ ചെയ്യുന്ന 3 പാരാമീറ്ററാണ് ഒമേഗ 0, ഒമേഗ ആർ. ഒമേഗ 0 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ. ഒമേഗ ഇംപൾസ് ഫ്രീക്വൻസി, നമ്മൾ ലൈറ്റ് വെച്ച് കൊടുക്കുന്ന ഫ്രീക്വൻസി. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഇക്വേഷനാണ് മുകളിൽ നമ്മൾ സോൾവ് ചെയ്ത് കാണിച്ചത്, സൊല്യൂഷനായിട്ട് കാണിച്ചത്. ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുള്ള ഒരു ടേം ഉണ്ടല്ലോ, പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ, സിംപിളി പോളറൈസേഷൻ വെക്റ്റർ. അതാണ് 3ാമത്തെ പോയിന്റ്. Polarization is the dipole moment per unit volume and that is given by P is equal to NER. നമുക്കറിയാം ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ER ആണ്, QR. 2 ചാർജ് തമ്മിലുള്ള അകല R ആണെങ്കിൽ Q ഇൻറ്റു R, Q ഇൻറ്റു A എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ N ഡൈപോൾസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടെങ്കിൽ നമ്മൾ പറയും പോളറൈസേഷൻ ഇസ് NER, നമ്പർ ഓഫ് ഡൈപോൾ മൊമെന്റ്സ് പെർ യൂണിറ്റ് വോളിയം. സോ polarization vector capital P is equal to NER, where capital N is the number of dipoles per unit volume. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇക്വേഷൻ 2 കൊടുക്കും കേട്ടോ. ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ മുകളിൽ എഴുതി ഇക്വേഷൻ 2 കൊടുക്കും ആറിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ NE അതുപോലെ വരും. therefore പോളറൈസേഷൻ ഡെൻസിറ്റി വെക്ടർ P വെക്ടർ is equal to NE E/M E by omega 0 square minus omega square minus IR omega. Equation number 3 or 4. What is equation number 3? Equation number 3 is P is NER. This is equation number 4. That is P is equal to, നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി, ഇവിടെ ഈ ഗുണിച്ച് പറയും. P vector is equal to N is equal by M E by omega 0 square minus omega square bracket close to minus IR omega. Equation number 5. അപ്പോൾ അങ്ങനെ നമുക്ക് 3 പോയിന്റാണ്, 3 പോയിൻ്റ് ആയുള്ളൂ. ബാക്കി 3 പോയിന്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ essay will continue. The theory of dispersion will continue. Total there are, I think it is 6 points or 5 points. We can see 3 points we have seen. The remaining points we discuss in the next class. Thank you very much. Yes, I will continue.